സുഹൃത്തുക്കളെ, ഇത് റോയൽ എൻഫീൽഡ് ഒറിജിനൽ സൈലൻസർ ആട്ടോ. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് എന്താ അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് എല്ലാവർക്കും ഒരു ഇതുണ്ടാവും. ഇതിൻ്റെ എന്താ ഇഞ്ചിന്ന് വരുന്ന ഭാഗമാണിത്. ആ ഭാഗത്തുള്ള ഇതാണ് ഒരു പ്ലേറ്റായിട്ട് അടച്ചിട്ട് ഒരു ഇഞ്ചിൻ്റെ ഒരു പൈപ്പിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹോള്, ഈ ഒരു ഇഞ്ച് പൈപ്പ് ഇതേമാതിരി ഹോളുള്ള ലൈറ്റാട്ടോ, നെറ്റ് ഹോൾ ലൈറ്റാണ്. പിന്നെ അതിൻ്റെ മറുവശം ബാക്ക് ഭാഗത്തുള്ളതുണ്ടോ, അവിടെ ഒരു ഡോട്ടിട്ട് അടച്ചിട്ട് ഒരു ചെറിയൊരു ഹോള് മാത്രമാണ് ഇങ്ങോട്ട് പൊല്യൂഷൻ പോലെ പുക വരാനായിട്ടുള്ളത്. ഇതിൽ നിന്ന് നേരെ പുറത്തേക്ക് പോകണം. അപ്പോൾ ഇത്രയും സാധനമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്, പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഉള്ളത്. നമ്മളിനി വേറെ ഉണ്ടാക്കാൻ പോവാണ്. ഇത് നമ്മളെ കോയിൽ കിണറിൻ്റെ മോട്ടറിൻ്റെ വെള്ളത്തിൽ ഇറക്കിയിരുന്ന മോട്ടറിൻ്റെ കവറാണത്. ഇത് ഒറിജിനൽ സ്റ്റീലല്ല, ഒറിജിനൽ ഇരുമ്പുമല്ല, ഒരു സ്റ്റീൽ മിക്സഡ് ആയിട്ടുള്ള ഒരു ഇരുമ്പിൻ്റെ അടുത്താണ് നമ്മൾ. എന്നിട്ട് അത് വെച്ചിട്ടൊരു സൈലൻസർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ എൻ്റെ നിന്ന് കട്ട് ചെയ്ത ഒരു പീസാണിത്, ടാക്സ് എടുത്ത പീസാണിത്. ഇതിൽ നമ്മൾ ഇതേമാതിരി പ്ലേറ്റ് അടച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതുണ്ടോ, ഇത് ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയാണ് ഇതിൻ്റെ സൗണ്ട് വരേണ്ടത്, കാര്യങ്ങളൊക്കെ നോക്കാനും വേണ്ടിയിട്ട്. ഇനി നമ്മളിതിൻ്റെ സ്ക്രബ്ബറുണ്ട്, ഈ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ഷീൽഡ് വെച്ചിട്ട് ഒരു പീസ് അടിച്ചിട്ട് പൊല്യൂഷൻ പുക ഒന്നുകൂടി കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് നമ്മൾ കുറച്ചുകൂടി അതിൽ ആഡ് ചെയ്തിട്ട് പ്ലേറ്റ് അടിച്ചിട്ട് വെക്കും. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അതിൻ്റെ ഫുൾ റിസൾട്ട് സൗണ്ടൊക്കെ നമ്മൾ നിങ്ങളെ കാണിക്കും കേട്ടോ. ഓക്കെ.